കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4088 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $4174 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് 14,270 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 5/7/2026 പവന് 1,07,600, ഗ്രാമിന് 13,450. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണി നീക്കങ്ങളെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 69% വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും 54% ഇൻസ്റ്റിറ്റ്യൂട്ട് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 13%, 25% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 18%, 21% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. എണ്ണ വ്യാപാരത്തെയും ഇതര സാമ്പത്തിക മേഖലകളെയും കാര്യമായി ബാധിച്ചിരുന്ന മിഡിൽ ഈസ്റ്റ് യുദ്ധം നിലവിൽ അയവ് വരികയും ജൂലൈ 11 ഇറാൻ US പ്രതിനിധികൾ പാകിസ്ഥാനിൽ തുടർ ചർച്ചയ്ക്കായി ഒരുമിച്ച് കൂടുകയും ചെയ്യാനിരിക്കുമ്പോൾ ഈ ആഴ്ചയിൽ വന്ന US തൊഴിൽ റിപ്പോർട്ട് അനുകൂലമായതോടെ വിപണി ഉയർച്ചാ സാധ്യതകളോടെ നിലനിൽക്കുന്നു. അതേസമയം യുദ്ധം ഒരിടത്ത് അവസാനിക്കുമ്പോൾ മറ്റൊരിടത്ത് തലയുയർത്തുന്നു. റഷ്യ യുക്രൈനിൽ ശക്തമായ ആക്രമണം നടത്തുകയും റഷ്യ യുക്രൈൻ സംഘർഷം ശക്തമാവുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിൽ എണ്ണ വ്യാപാരവും ഹോർമൂസ് കടലെടുക്കും വിപണിയെ ബാധിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനിടയിലും വിപണി ഉയരുമെന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ വലിയ നീക്കങ്ങളിലേക്ക് നീങ്ങാൻ സമയമായില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.